യുവരാജ്, ഈ കൊള്ളപ്പലിശക്കാരെ നമ്മുടെ സർക്കാർ കയറൂരി വിട്ടിരിക്കുകയാണ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയണം. കാരണം ഗുരുവായൂരിൽ ഒരു വീട്ടമ്മയുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. അവർ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അവരുടെ നെഞ്ചുലയ്ക്കുന്ന ഒരു ഓഡിയോ സന്ദേശം ജനം TV പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീയാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു 8 മാസക്കാലത്തോളം അവർ പലിശയായി പണം നൽകി. എന്തായാലും ഈ മുതലിനേക്കാൾ അപ്പുറം ആ പലിശ പണം നൽകി തീർത്തു. പക്ഷേ ആ മുതലിന് വേണ്ടിയിട്ട് അവർ ഭീഷണി മുഴക്കുന്നു, ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊരു സാഹചര്യം വരുന്നതോടുകൂടി അവർ മരണത്തിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നോക്കിക്കാണുന്നത് യുവരാജ് ഗോകുൽ? നമ്മുടെ നാട്ടിൽ നോക്കുകുത്തിയായി മാറിയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഓരോ വകുപ്പും തമ്മിലൊരു മത്സരം തന്നെ നിലവിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഏതാണ് ഏറ്റവും ദുരന്തം പിടിച്ച വകുപ്പ് എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ, അദ്ദേഹത്തിന് എന്ന് പറയുന്ന ഒന്നും ഇല്ലാതായിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ. ദിവസം തന്നെ ഒരു സാധാരണ വീട്ടം ഇറങ്ങി നിന്നിട്ട് റോഡ് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഓരോ തരത്തിലും നിയമം നാട്ടുകാരെ കയ്യിലെടുക്കേണ്ടുന്ന തരത്തിലേക്കാണ് സാഹചര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ശേഷം കൂടുതൽ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായും യുവരാജ് ഗോകുൽ, വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.